എല്ലാവർക്കും നമസ്കാരം. കാവറ്റ് ഓൺലൈൻ ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. RRB PO ഓർ ക്ലർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒരു സെക്ഷൻ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ RRB POക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാങ്കിങ് കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്തത്. ഇന്ന് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻറ്റ്സ് ആണ്. ഓരോ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദീപക് ദാസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദീപക് ദാസ് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. ഹി റീപ്ലേസ്ഡ്. അപ്പോയിൻമെന്റ് പഠിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരാള് ഒരു ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് അപ്പോയിന്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ റീപ്ലേസ് ചെയ്ത ആളെയും കൂടി പഠിക്കണം. അങ്ങനെയും ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സോമ റോയ് ബർമൻ ആണ് ആൻസർ. സോമ റോയ് ബർമൻ. ഓപ്ഷൻ സി കാണാം, ധൃതി ബാനർജി. ധൃതി ബാനർജി പറയുന്നത് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് വുമൺ ഡയറക്ടർ ഇൻ 100 years ആണ്. ഇൻ 100 yearsലെ ഫസ്റ്റ് വുമൺ ഡയറക്ടർ ആണ് ധൃതി ബാനർജി. ഈ അപ്പോയിൻമെന്റ് നടന്നത് ഇപ്പോൾ അടുത്ത ഓഗസ്റ്റിലായിരുന്നു ഈ അപ്പോയിൻമെന്റ് നടന്നത്. സോ സോമ റോയ് ബർമനെയാണ് ദീപക് ദാസ് റീപ്ലേസ് ചെയ്തത്. കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആണ്. CAG അല്ല, CGA ആണ്. ഓക്കെ. സുനിൽ അറോറ നമ്മുടെ എന്തായിരുന്നു, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തിട്ടാണ് സുശീൽ ചന്ദ്ര വന്നത്. സുശീൽ ചന്ദ്ര, ഇത് ഏപ്രിലിൽ നടന്ന അപ്പോയിൻമെന്റ് ആണ്, സുശീൽ ചന്ദ്ര. ഓക്കെ. സോ നെക്സ്റ്റ്, ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ മാനേജിംഗ് ഡയറക്ടർ ഓഫ് LIC. LICയുടെ ന്യൂ മാനേജിംഗ് ഡയറക്ടർ ആണെന്ന് വയ്ക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, മിനി ഐപ്പാണ്. അതാണ് ഓപ്ഷൻ സി, MR കുമാർ ആണ് LICയുടെ ചെയർമാൻ. LICയുടെ ചെയർമാന്റെ പോസ്റ്റ് 62 yearsലാണ് റിട്ടയർമെന്റ് ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ അമെൻമെന്റ് വന്നിട്ടുണ്ട്. 60 നിന്ന് 62ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. Next question. In August 2021, RBI approved the reappointment of Dash as the MD and CEO of ICICI Bank. ICICI ബാങ്കിന്റെ MD and CEO ആയിട്ട് ആരെയാണ് RBI റീഅപ്പോയിന്റ് ചെയ്തത്? സന്ദീപ് ബക്ഷിയാണ് ആൻസർ. ICICI ബാങ്ക് ഹെഡ്ക്വാർട്ടർ അറ്റ് മുംബൈ ആണ്. ICICI ബാങ്ക് ഈസ് ഹെഡ്ക്വാർട്ടർ അറ്റ് മുംബൈ. സന്ദീപ് ബക്ഷിനെയാണ് റീഅപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ഇതിൽ കാണുന്ന ഓപ്ഷൻ സി, ശാന്തിലാൽ ജെയിൻ. ശാന്തിലാൽ ജെയിൻ ഇതേ മാസം തന്നെ ഓഗസ്റ്റിൽ MD ആൻഡ് CEO ഓഫ് ഇന്ത്യൻ ബാങ്ക് എൻ്റെ MD ആൻഡ് CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടാണ്. ഇന്ത്യൻ ബാങ്ക് ഈസ് ഹെഡ്ക്വാർട്ടേഡ് അറ്റ് ചെന്നൈയിലാണ് ഇന്ത്യൻ ബാങ്ക് ഹെഡ്ക്വാർട്ടർ ചെയ്തത്. അതുപോലെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉണ്ട്, IOB, അതും ചെന്നൈയിലാണ് ഹെഡ്ക്വാർട്ടർ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനെയും പ്ലസ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യനെയാണ് നീതി ആയോഗ് ആണ് നീതി ആയോഗ് റെക്കമെൻഡ് ചെയ്ത രണ്ട് ബാങ്കുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോട് എന്തിനു വേണ്ടിയിട്ട്? പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട് നാഷണലൈസ്ഡ് ബാങ്കുകൾ പ്രൈവറ്റൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ബജറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിർമ്മല സീതാരാമൻ, അവർ ഓണറബിൾ ഫിനാൻസ് മിനിസ്റ്റർ. രണ്ട് ബാങ്കുകൾ റെക്കമെൻഡ് ചെയ്തത്, നീതി ആയോഗ് റെക്കമെൻഡ് ചെയ്ത രണ്ട് ബാങ്കുകളാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് IOB. IOB is also headquartered in Chennai. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. സ്ഥിരം ബാങ്കുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹു ഹാസ് ടേക്കൺ ചാർജ് ആസ് ദ ചെയർപേഴ്സൺ ഓഫ് ബോർഡ് ഓഫ് സ്റ്റോപ്പ് TB പാർട്ട്ണർഷിപ്പ്. സ്റ്റോപ്പ് TB പാർട്ട്ണർഷിപ്പിന്റെ ചെയർപേഴ്സൺ ആയിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? ആരാണ് ഇതിന്റെ ചാർജ് എടുത്തത്? ഇതിന്റെ ആൻസർ വരുന്നത് മൻസുഖ് മണ്ഡാവിയാണ്. മൻസുഖ് മണ്ഡാവി ഈസ് ദ ഹെൽത്ത് മിനിസ്റ്റർ. ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. മിനിസ്റ്റർ ആണ്, യൂണിയൻ മിനിസ്റ്റർ ആണ് മൻസുഖ് മണ്ഡാവിയ. ഇതിൽ ചെയർപേഴ്സൺ ഓഫ് ബോർഡ് ഓഫ് സ്റ്റോപ്പ് TB പാർട്ട്ണർഷിപ്പ് 4 yearsനാണ്, 3 years അണ്ടിൽ 2024 വരെയാണ് ഉള്ളത്. കോൺറാഡ് കെ സാങ്മ GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു മിനിസ്റ്റീരിയൽ പാനൽ ഉണ്ട്. 8 മെമ്പേഴ്സിന്റെ ഒരു മിനിസ്റ്റീരിയൽ പാനൽ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കോവിഡ് റിലീഫ് മെറ്റീരിയൽസിന്റെ മുകളിൽ GST എക്സംഷന് വേണ്ടിയിട്ടുള്ള ഒരു പാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 8 മെമ്പേഴ്സ് ആണ്. അതിന്റെ ഹെഡാണ് കോൺറാഡ് കെ സാങ്മ. മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ ആണ്. 5th question. Eurosport India, an Indian sports channel of Discovery Asia Pacific, has appointed Bollywood actor Dash as Indian ambassador for MotoGP. ഇവിടെ MotoGP എന്ന പ്രോഗ്രാമിന് ഇന്ത്യ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഏത് ബോളിവുഡ് ആക്ടറെയാണ് യൂറോസ്പോർട്ട് ഇന്ത്യ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്?
ഓപ്ഷൻ ഡി ജോൺ എബ്രഹാം ഈസ് ദ ആൻസർ. അല്ല, ആമിർ ഖാൻ പ്ലസ് കേറ അദ്വാനിയാണ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡറുകളായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും ഓഗസ്റ്റിലായിരുന്നു സംഭവിച്ചത്. ഇതിന്റെ ആൻസർ ജോൺ എബ്രഹാം ഈസ് ആൻസർ. ഓപ്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ. Bollywood actress Alia Bhatt has been appointed as the brand ambassador of Samsung India to endorse Galaxy Z series. എന്ത് ഗാലക്സി Z series of foldable smartphones in ഇന്ത്യയിൽ അവരുടെ ഗാലക്സി Z സീരീസിന്റെ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ആലിയ ഭട്ടിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സാംസങ് ഏത് കൺട്രിയിലാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ സി സൗത്ത് കൊറിയ ഈസ് ദ ആൻസർ. സൗത്ത് കൊറിയയുടെ സിയോൾ ആണ് ക്യാപിറ്റൽ. വോൺ ഈസ് ദ കറൻസി ഓഫ് സൗത്ത് കൊറിയ. Seventh question. Which country assumed the presidency of UN Security Council for the month of August 2021? ഓഗസ്റ്റ് 2021 വേണ്ടിയിട്ട് UNSCയുടെ പ്രസിഡൻസി ടേക്ക് ഓവർ ചെയ്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ഇന്ത്യ ആണ് അതിന്റെ ആൻസർ. ഇന്ത്യ ഒരു നോൺ പെർമനന്റ് മെമ്പർ ആണ്. ഫ്രാൻസിനെയാണ് ഇന്ത്യ റീപ്ലേസ് ചെയ്തത്. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ? പെർമനന്റ് മെമ്പേഴ്സ് ആർ ദർ? 5 പെർമനന്റ് മെമ്പേഴ്സ് ആണ് UNSCയിലുള്ളത്, UN സെക്യൂരിറ്റി കൗൺസിലുള്ളത്. അത് ഏതൊക്കെയാണ്? ചൈന ഉണ്ട്, റഷ്യ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, പിന്നുള്ളത് UK US ആണ്. UK ആൻഡ് US 5 പെർമനന്റ് മെമ്പേഴ്സ് ആണ് UN സെക്യൂരിറ്റി കൗൺസിലുള്ളത്. ഓഗസ്റ്റ് 2021 പ്രസിഡൻസി UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ഇന്ത്യയാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ. 8th question. Reserve Bank of India has roped in athlete Dash for its new awareness camp against digital banking frauds. ഡിജിറ്റൽ ബാങ്കിങ് ഫ്രോഡ്സുകൾക്ക് എതിരെ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ട് ആരെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് അത്ലറ്റിനെയാണ്? ഓപ്ഷൻ സി നീരജ് ചോപ്ര ഈസ് ആൻസർ. നീരജ് ചോപ്രയ്ക്ക് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഒരു അത്ലറ്റിക്സിൽ ടോക്കിയോ ഒളിമ്പിക്സിൽ കിട്ടുന്ന ഒരു ഇന്ത്യന് കിട്ടുന്ന ആദ്യത്തെ ഗോൾഡ് മെഡലാണ്. ജാവലിൻ ത്രോയിലാണ് ഇവന്റ്, മറക്കരുത്, ജാവലിൻ ത്രോ ആണ്. അത് കിട്ടിയ ഉടനെയാണ് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് പ്രഖ്യാപിച്ചത്. ഓക്കെ, നീരജ് ചോപ്ര ഈസ് ദ ആൻസർ. 9th question. Dash took charge as the 23rd CM of Karnataka. കർണാടകയുടെ 23ാമത് CM ആയിട്ട് ആരാണ് ടേക്ക് ഓവർ ചെയ്തത്? ആരാണ് ചാർജ് എടുത്തത്? ബസവരാജ് എസ് ബൊമ്മയാണ്. BS യെദ്യൂരപ്പയെയാണ് റീപ്ലേസ് ചെയ്തത്. ബസവരാജ് എസ് ബൊമ്മയാണ് ആൻസർ. ഓക്കെ. 10th question. Who has been appointed as the new CEO of ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം? ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ പുതിയ CEO ആരാണ്? ഓപ്ഷൻ എ നൂപുർ ചതുർവേദി ഇസ് ആൻസർ. നൂപുർ ചതുർവേദിയാണ് ആൻസർ. AR രമേശിനെയാണ് റീപ്ലേസ് ചെയ്തത്. AR രമേശ് ആയിരുന്നു ഉണ്ടായിരുന്നത്. AR രമേശിനെ റീപ്ലേസ് ചെയ്തത് നൂപുർ ചതുർവേദി ആണ്. ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ന്യൂ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 11th question. Dash announced himself as the brand ambassador of Khadi Prakrtik Paint. ഇമ്പോർട്ടൻ്റ് ആണ്. ഖാദി പ്രകൃതിക് പെയിന്റ് ഡെവലപ്ഡ് ബൈ KVIC, ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ്. അവരാണ് ഖാദി പ്രകൃതി പെയിന്റ് ഡെവലപ്പ് ചെയ്തത്. അത് ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ഓൺലി പെയിന്റ് മെയ്ഡ് ഫ്രം കൗഡങ്ങിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇന്ത്യയിലത്തെ ആദ്യത്തെ പെയിന്റും പിന്നെ ഓൺലി പെയിന്റുമാണ്. ഇതിന്റെ ആൻസർ വരുന്നത് നിതിൻ ഗഡ്കരി ഈസ് ആൻസർ. 11 നിതിൻ ഗഡ്കരി. യൂണിയൻ മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആൻഡ് MSME ആണ് നിതിൻ ഗഡ്കരി. നിതിൻ ഗഡ്കരി is the Union Minister for Road Transport and Highways and MSME. Dash has resigned from his post as the CEO of International Cricket Council. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ CEO ആയിട്ട് CEOയിൽ നിന്ന് ആരാണ് റിസൈൻ ചെയ്തത്? മനു സ്വാനി ഈസ് ദ ആൻസർ. മനു സാനി ആയിരുന്നു CEO ഉണ്ടായിരുന്നത് 2 വർഷമായിട്ട്. മനു സാനിയാണ് റിസൈൻ ചെയ്തത്. സൗരവ് ഗംഗാൽ ഈസ് ദ പ്രസിഡന്റ് ഓഫ് BCCI. ജയ്ഷ ഈസ് ദ സെക്രട്ടറി ഓഫ് BCCI. അതുപോലെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ജയ്ഷ. ഓക്കെ. 13th question. Dash has become the first ever Indian juror to be selected to officiate an Olympic Games. ഒരു ഒളിമ്പിക് ഗെയിംസ് ഒഫീഷ്യേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ ജൂറി മെമ്പർ ആരാണെന്ന്? ഓപ്ഷൻ സി പവൻ സിംഗ് ഈസ് ദ ആൻസർ. ഓപ്ഷൻ സി പവൻ സിംഗ് ഈസ് ദ ആൻസർ. 14th question. Dash has been appointed as the new chairman of the National Human Rights Commission. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എ അരുൺ കുമാർ മിശ്ര ഇസ് ദ ആൻസർ. പ്രഫുല്ല പന്തിനെയാണ് റീപ്ലേസ് ചെയ്തത്. അരുൺ കുമാർ മിശ്ര, പ്രഫുല്ല പന്ത്. അദാർ പൂനാവാല ഇസ് ദ CEO ഓഫ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ.
അത് ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഇസ് ബേസ്ഡ് ഇൻ വിച്ച് സിറ്റി എന്ന് നമ്മുടെ SBI ക്ലർക്ക് മെയിൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൂനെയിലാണ് ബേസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കമ്പനീസിൻ്റെ സിറ്റി ഏത് സിറ്റിയിലാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കണം. പിന്നെ നബാർഡ് ഗ്രേഡ് എക്സാമിന് ഇപ്പോൾ കഴിഞ്ഞ നബാർഡ് ഗ്രേഡ് എക്സാമിന് കിയ എന്ന് പറഞ്ഞ കമ്പനി, കിയ എന്ന കാർ കമ്പനി ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൗത്ത് കൊറിയ ഇസ് ദ ആൻസർ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ, മഷ്റഖ് ബാങ്കിന്റെ UAE ബേസ്ഡ് ആണ് മഷ്റഖ് ബാങ്ക്. അവിടെ UPI ദുബായിൽ UAE UPI പേയ്മെന്റ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി NPCIയുടെ ഇന്റർനാഷണൽ ആം മഷ്റഖ് ബാങ്കുമായിട്ട് ടൈപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബാങ്ക് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. UAE ആണ് ആൻസർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 15th question. Dash was appointed as the educational advisor of World Bank from June 2021 to December 2024. രഞ്ജിത്ത് സിംഗ് ഡിസാലോ ആണ് ഇതിന്റെ ആൻസർ. രഞ്ജിത്ത് സിംഗ് ഡിസാലോ ആരാണ്? 2020 ഗ്ലോബൽ ടീച്ചർ പ്രൈസ് 2020 മേടിച്ച ആളാണ്. ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ദിസ്. ഫസ്റ്റ് ഇന്ത്യൻ ആണ് ഈ അവാർഡ് കിട്ടിയ ഫസ്റ്റ് ഇന്ത്യൻ ആണ്. ഗ്ലോബൽ ടീച്ചർ പ്രൈസ് രഞ്ജിത്ത് സിംഗ് ഡിസാലോ ഫ്രം മഹാരാഷ്ട്രക്കാരാണ് അദ്ദേഹം. ഓക്കെ, 16th question. Dash a professor at IIT Kanpur has been appointed as the honorary member of WHO's Global Air Pollution and Health Technical Advisory Group. WHO ഗ്ലോബൽ എയർ പൊല്യൂഷൻ ആൻഡ് ഹെൽത്ത് ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പിന്റെ ഓണററി മെമ്പർ ആയിട്ട് IIT കാൺപൂരിൽ ഒരു പ്രൊഫസർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആരാണ് അദ്ദേഹം എന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി മുകേഷ് ശർമ്മ ഇസ് ആൻസർ. ഓപ്ഷൻ ബി മുകേഷ് ശർമ്മ ഇസ് ആൻസർ. WHO ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാ? WHO ഈസ് ഹെഡ്ക്വാർട്ടേഡ് അറ്റ് ജനീവ ഇൻ സ്വിറ്റ്സർലാൻഡ്. ജനീവയിലാണ് WHO ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ളത്. ടെഡ്രോസ് അദനം ഇസ് ദ ഡയറക്ടർ ജനറൽ. ടെഡ്രോസ് അദനമാണ് ഡയറക്ടർ ജനറൽ ഓഫ് WHO. ഡോക്ടർ ടെഡ്രോസ് അദനം. ഓക്കെ, 17th question. Antonio Guterres was re-elected as the Secretary General of United Nations for a second 5-year term from January 1, 2022 to December 31, 2026. 5 വർഷത്തേക്ക് വീണ്ടും സെക്രട്ടറി ജനറൽ ആയിട്ട് യുഎന്നിന്റെ ഹെഡായിട്ട് റിയലക്ട് ചെയ്യപ്പെട്ടു അന്റോണിയോ ഗുട്ടറസ്. ഹി ഹെയിൽസ് ഫ്രം വിച്ച് കൺട്രി? ഹി ഹെയിൽസ് ഫ്രം പോർച്ചുഗൽ. പോർച്ചുഗൽ ആണ് അദ്ദേഹം വരുന്നത്. പോർച്ചുഗൽ നിന്നാണ്. ലിസ്ബൺ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് പോർച്ചുഗൽ. ലിസ്ബൺ ആണ് ക്യാപിറ്റൽ ഓഫ് പോർച്ചുഗൽ. യൂറോ ആണ് അവിടുത്തെ കറൻസി. ഓക്കെ, പോർച്ചുഗലിൽ നിന്നാണ് വരുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഇന്റർനാഷണൽ ഓർഗനൈസേഷനുകൾ, ഇമ്പോർട്ടൻറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷനുകളുടെ ഒക്കെ അപ്പോയിന്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ചോദിക്കാറുണ്ട്. പോർച്ചുഗൽ ഈസ് ദ ആൻസർ. ഹി ഹെയിൽസ് ഫ്രം പോർച്ചുഗൽ. ഓക്കെ, 18th question. Dr. Patrick Amoth of Kenya replaced Dash as the chairman of WHO Executive Board for a period of 1 year. WHO Executive Boardന്റെ ചെയർമാനിൽ നിന്ന് ആരെയാണ് ഡോക്ടർ കാമോത്ത് കെനിയയിൽ നിന്ന് ഡോക്ടർ കാമോത്ത് റീപ്ലേസ് ചെയ്തത്? ഇതിന്റെ ആൻസർ ഡോക്ടർ ഹർഷവർദ്ധനാണ്. ഡോക്ടർ ഹർഷവർദ്ധൻ ആയിരുന്നു നമ്മുടെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഇപ്പൊ മൻസുഖ് മണ്ഡാവിയാണ്. അദ്ദേഹം ആയിരുന്നു ചെയർമാൻ ഓഫ് WHO എക്സിക്യൂട്ടീവ് ബോർഡ്. അതിന്റെ ചെയർമാൻ അദ്ദേഹം ആയിരുന്നു. ഇപ്പോൾ ഡോക്ടർ പാട്രിക് അമോത്ത് ആണ്. അദ്ദേഹത്തിന് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഫോറിൻ മിനിസ്റ്റർ ഓഫ് ഡാഷ് ഏത് രാജ്യത്തിന്റെ ഫോറിൻ മിനിസ്റ്റർ ആണ്? അബ്ദുള്ള ഷാഹിദ്. എലക്ടഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് 76th സെഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയുടെ 76th സെഷന്റെ പ്രസിഡൻസി അസ്യൂം ചെയ്ത അബ്ദുള്ള ഷാഹിദ് എന്ന് പറഞ്ഞത് ഏത് രാജ്യത്തിന്റെ ഫോറിൻ മിനിസ്റ്റർ ആണെന്ന് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് മാൾഡീവ്സ് ആണ്. മാൾഡീവ്സ് ഇസ് ദ ആൻസർ. മാൾഡീവ്സിന്റെ മാൾഡീവിയൻ റുഫിയ. മാലി is the capital and Maldivian rupiah is the currency. Maldivian rupiah is the currency. ടർക്കി ആയിരുന്നു 75th സെഷന്റെ. ടർക്കി ആയിരുന്നു. ടർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ വോൾക്കാൻ ബാസ്കിർ ആയിരുന്നു. വോൾക്കാൻ ബോസ്കിർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്ത അബ്ദുള്ള ഷാഹിദ് വന്നു. മാൾഡീവ്സുകാരനാണ്. ഓക്കെ, ഫോർമർ വൈസ് പ്രസിഡന്റ് ഓഫ് കോസ്റ്റാറിക്ക ആൻഡ് എക്കണോമിസ്റ്റ് റെബേക്ക ഗ്രീൻസ്പാൻ. വളരെ ഇമ്പോർട്ടന്റ് പേരാണ്, ഓർത്ത് വയ്ക്കുക, ചോദിക്കും. റെബേക്ക ഗ്രീൻസ്പാൻ ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിക്കും. കോസ്റ്റാറിക്കയാണ്. ബിക്കെയിം ദ ഫസ്റ്റ് വുമൺ സെക്രട്ടറി ജനറൽ. അതുകൊണ്ടാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വുമൺ സെക്രട്ടറി ജനറൽ ഓഫ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് വുമൺ സെക്രട്ടറി ജനറൽ ആണ് റെബേക്ക ഗ്രീൻസ്പാൻ. കോസ്റ്റാറിക്കക്കാരിയാണ്. ഓക്കെ, ഷി റീപ്ലേസ്ഡ് മുഖീസ കിറ്റുയി ഓഫ് കെനിയ. കെനിയയിലെ മുഖീസ കിറ്റുയിയാണ് അവർ റീപ്ലേസ് ചെയ്തത്. വേർ ഈസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് UNCTAD? UNCTADയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയാണ്. ഓക്കെ, UNCTAD ഈസ് ഹെഡ്ക്വാർട്ടേഡ് അറ്റ് ജനീവ. ഇതിന്ന് പല തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. റെബേക്ക ഗ്രീൻസ്പാൻ ഏത് രാജ്യക്കാരിയെന്ന് ചോദിക്കാം. അവർ ആരെ റീപ്ലേസ് ചെയ്തതെന്ന് ചോദിക്കാം. ഒക്കെ ചോദിക്കാം. ഓക്കെ, UNCTAD ഈസ് ഹെഡ്ക്വാർട്ടേഡ് അറ്റ് ജനീവ ഇൻ സ്വിറ്റ്സർലാൻഡ്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ അപ്പോയിന്റഡ് ഡാഷ് ആസ് ഇറ്റ്സ് ന്യൂ ചെയർമാൻ. ആരെയാണ്
മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് സത്യ നാഡല്ല ഇസ് ആൻസർ. സ്റ്റീവ് ബാൾമറെയാണ് റീപ്ലേസ് ചെയ്തത്. സത്യ നാഡല്ലയാണ് പുതിയ ചെയർമാൻ ഓഫ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. സിഇഒ ആണ്. അത് ഇപ്പോൾ ആള് എന്താണ്, ചെയർമാനും കൂടിയാണ്. 22nd question. In May 2021, Ravi Shankar T has been appointed as the 4th Deputy Governor of RBI for a period of 3 years. What is the maximum number of Deputy Governors RBI can hold? RBIക്ക് ഒരു സമയത്ത് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് ഡെപ്യൂട്ടി ഗവർണേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഞാൻ ആൻസർ വരുന്നത് 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആണ്. മാക്സിമം 4 ഡെപ്യൂട്ടി ഗവർണേഴ്സിനാണ് RBIക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുക. അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ്. അപ്പോൾ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട്. Ravi Shankar T ആണ് 4ാമത്തെ ഡെപ്യൂട്ടി ഗവർണർ. 23rd question. Dash has been appointed as the CEO of Board of Reserve Bank Innovation Hub. Reserve Bank Innovation Hubന്റെ CEO ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. രാജേഷ് ബൻസാൽ ഈസ് ദ ആൻസർ. രാജേഷ് ബൻസാൽ ഈസ് ദ ആൻസർ. CEO of Reserve Bank Innovation Hub. Who has been appointed as the new director of Central Bureau of Investigation? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ പുതിയ ഡയറക്ടർ ആരാണ്? ഓപ്ഷൻ ബി സുബോധ് കുമാർ ജയ്സ്വാൾ ഈസ് ദ ആൻസർ. സുബോധ് കുമാർ ജയ്സ്വാൾ ഈസ് ദ ആൻസർ. സുശീൽ ചന്ദ്ര ഈ ഓപ്ഷൻ ഇത് ന്യൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. പിന്നെ ഹിമാന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്നത് നമ്മളെ ഈ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ കൗൺസിലിലേക്ക് പ്രസിഡന്റ് ഫോർ കൗൺസിലിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ കൗൺസിലിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, 4 വർഷത്തേക്ക് വേണ്ടിയിട്ട്. അതുപോലെ നരീന്ദർ ബത്ര എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ FIHന്റെ പ്രസിഡന്റ് ആണ്. റീ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ റീ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നരീന്ദർ ബത്ര. ഹിമാന്ത ബിശ്വ ശർമ്മ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ കൗൺസിലിലേക്ക് എലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് 4 വർഷത്തേക്ക്. ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് ഹിമന്ത ബിശ്വ ശർമ്മ. അതുപോലെ നരീന്ദർ ബത്ര ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിട്ട് റീ എലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നരീന്ദർ ബത്ര. ഓക്കെ, സുശീൽ ചന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇതിന്റെ ആൻസർ സുബോധ് കുമാർ ജയ്സ്വാൾ ആണ്. 25th question. Martin Griffiths has been appointed as the new chief under Secretary General of UN Humanitarian. UN Humanitarian പുതിയ ചീഫാണ് ആര്? മാർട്ടിൻ ഗ്രിഫിത്സ്. He succeeds മാർക്ക് ലോക്കോക്കിനെയാണ് സക്സീഡ് ചെയ്യുന്നത്. മാർട്ടിൻ ഗ്രിഫിത്സ് ഹെയിൽസ് ഫ്രം വിച്ച് കൺട്രി എന്നാണ് ചോദിക്കുന്നത്? ബ്രിട്ടൻ ഈസ് ദ ആൻസർ. ഓക്കെ, ബ്രിട്ടൻ ഈസ് ദ ആൻസർ. 26th question. Who has been appointed as the People's Advocate for COP26? Conference of the Parties 26 UN Climate Change Summit 2021. UN Climate Change Summit 2021 നടക്കാൻ പോകുന്നത് ഗ്ലാസ്ഗോ ആണ്, ഇൻ സ്കോട്ട്ലാൻഡ്, യുകെയിലുള്ള ഗ്ലാസ്ഗോയിലാണ് നടക്കുന്നത്. നവംബറിലാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ പീപ്പിൾസ് അഡ്വക്കേറ്റ് ആയിട്ട് ആരെയാണ് സെലക്ട് ചെയ്യപ്പെട്ടതെന്ന് ചോദിക്കുന്നത്? ഡേവിഡ് അറ്റൻബറോ ഇസ് ദ ആൻസർ. ഡേവിഡ് അറ്റൻബറോ ഇസ് ദ ആൻസർ. COP26 UN Climate Change Summit 2021. ഓക്കെ, ഡേവിഡ് അറ്റൻബറോ ഗ്ലാസ്ഗോയിലാണ് നടക്കുന്നത്. 27th question and last question in this set. Dash and Michelle Lee of Canada have been named athlete ambassadors for International Olympic Committee's Believe in Sports campaign. International Olympic Committeeയുടെ Believe in Sports campaign അതിനു വേണ്ടിയിട്ട് ഏത് അത്ലറ്റ്സിനെയാണ് ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ അവരെ ആരൊക്കെയാണ് സെലക്ട് ചെയ്തത്, നെയിം ചെയ്തിരിക്കുന്നത്? ഒന്ന് മിഷേൽ ലീ ആണ്. അവർ കനേഡിയൻ ബാഡ്മിന്റൺ പ്ലെയർ ആണ് മിഷേൽ ലീ. പിന്നെ ആരാണ് സെലക്ട് ചെയ്തത്? ഓപ്ഷൻ എ PV സിന്ധു ഈസ് ആൻസർ. ഇന്ത്യയിലെ PV സിന്ധുവിനെയും കനേഡിയൻ ആയിട്ടുള്ള മിഷേൽ ലീയെയാണ് ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ റീനെയിം ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ബിലീവ് ഇൻ സ്പോർട്സ് ക്യാമ്പയിൻ. PV സിന്ധു ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ 2 മെഡൽസ് ഇൻ ഒളിമ്പിക്സ്. 2 ഒളിമ്പിക്സിൽ മെഡൽ ഇൻ 2 ഒളിമ്പിക്സ്. 2 ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങുന്ന ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആണ്. ഫസ്റ്റ് ഇന്ത്യൻ ഇദ്ദേഹമല്ല, ഇന്ത്യൻ സുശീൽ കുമാർ ആണ്. റെസ്ലർ ആയിട്ടുള്ള സുശീൽ കുമാർ ആണ്. സോ കഴിഞ്ഞ 2-3 മാസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും പല സെറ്റുകളിലായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.